everyone, welcome to my channel, guys. And yes, this reaction is going to be part 2 of Karika's a comedy sketch, horror comedy, I should say. So, this is Jam part 2. I don't want to delay this any further. Let's get right into it. I'm really excited. അതെ രണ്ടരോട് ഒരു കാര്യം പറഞ്ഞേക്കാം നേരെ പോയി ഫ്ലാറ്റിൽ കയറിക്കോളാം പേരൊക്കെ എഴുതിട്ട് പോട്ടോ ഫ്ലോർ മാറിപ്പോയി ഏട്ടാ സോറി മോനെ മുട്ടായും പേനയൊക്കെ പെട്ടി പൊട്ടിച്ചിട്ട് തരാം കേട്ടോ ചേച്ചി ഞങ്ങളോട്ട് പാസ്പോർട്ടും ഡോക്യുമെന്റ്സും ഒക്കെ അതിനകത്തിരിക്കും അത് പോയ പണി വാളുമ്പോ Okay, let's go. Cinematography is really good, man. Even the last episode, like the first episode, was amazing with the lighting and everything. ചീൻ കബാബ് ടൊം ടൊം ഈ മെസ്സേജ് 5 പേർക്ക് അയച്ചു കൊടുത്തില്ല 5 വർഷത്തേക്ക് പാടില്ല ഈ കുടുംബ ഗ്രൂപ്പൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയണം പുല്ല് എന്താടാ ബാബാ അല്ല ഇന്നലെ കണ്ട ചേട്ടൻ മുടിയൊക്കെ വെച്ചിവിടെ എന്നിട്ട് അയാളെവിടെ പോയി അയാളെ നീയായി ആ എന്റെ സ്വപ്നത്തിൽ നീ ഡ്രാക്കുളയായിരുന്നു കിടന്നുറങ്ങാൻ നോക്കടാ എടാ എന്റെ പാസ്പോർട്ട് അയാളുടെ വീട്ടിലല്ലേ ഇരിക്കുന്നത് എടാ പാപ്പ നമുക്ക് എടുത്തിട്ട് വരാം നീ പോയി എടുത്തിട്ടോ എടാ അയാളുടെ കിണി കാണാൻ എനിക്ക് വയ്യ നീ ഇവിടെ വാ ഒന്ന് പോയിട്ട് വാടാ എന്നാ നിനക്ക് കൊണ്ടുവന്ന മുട്ടായി റിമോട്ട് കാർ വെക്കെ ഞാൻ ചെറുക്കൻ എടുത്ത് കൊടുത്തേക്കാം അല്ലെ ഞാനും വരാം നിനക്ക് ഇവിടുത്തെ വഴി അറിയില്ലല്ലോ അയ്യോ എടാ ബെല്ലടിക്കില്ലേ എഴുതുമ്പോ ലൈറ്റ് കത്തുന്ന ഒരു പേരുണ്ട് അതോടെ എടുത്തോട്ട് വരട്ടെ എന്ത് ഞാൻ എഴുതിയ കത്തില്ലേ ബെല്ലടിയടാ നിനക്ക് എന്തൊക്കെ വേണോടാ ഒന്നും കേൾക്കണല്ലോ കറണ്ട് പോയി ചേട്ടാ ചേച്ചി Comes out at night. കുഞ്ഞാനെ എന്തൊരുറക്കാത് ഇയാളാ സെക്യൂരിറ്റിനെ കടത്തി വിട്ടൂല്ലോ ഞാൻ ചെറുക്കനെ സ്കൂളിലെല്ലാം ആക്കാൻ പോണ്ടാവും ഈ ഉച്ചയ്ക്കാ നമുക്ക് സെക്യൂരിറ്റി പോയി ചോദിച്ചാലോ വാ പാപ്പാ ചേട്ടാ ചേട്ടാ ഈ 6 ചേട്ടാ ഇവിടെ 6 അല്ലേ അല്ല അതിന് നിങ്ങളാരാണ് ഞങ്ങൾ ഇന്നലെ രാത്രി വന്നേട്ടാ ഇന്നലെ രാത്രി അത് ശരി ഞാൻ അറിഞ്ഞില്ല ആ എങ്ങനെ അറിയാനാ ഇന്നലെ കിടന്ന് എന്തോ ഉറക്കമായിരുന്നു ചേട്ടൻ്റെ കുറുക്കമ്പലി കേട്ടോണ്ടാ ഞങ്ങൾ വന്നത് സാറേ എക്സ്ക്യൂസ് അല്ല സാറേ ഇറങ്ങി ഞാൻ ഇപ്പൊ എത്തും വണ്ടി ഒന്ന് കിട്ടിയാ മതി ആ ശരി വിളിക്കാം രാവിലെ കലിപ്പിലാണല്ല എടാ ജോലി കണ്ട് പോകുന്ന മട്ടാടാ അയ്യോ അതെന്തുപറ്റി രാവിലെ തന്നെ ആ മാരേജ് വിളിച്ച് കൊണയായിരുന്നേ രണ്ടിലും നിന്നാലും തീരുമാനമാവും എടാ നമുക്കേ വൈകുന്നേരം സംസാരിക്കാം കേട്ടാ ശരി എന്നാലൊരു സാമാന്യം മര്യാദ ഇല്ലേ ഒരു ഫ്ലാറ്റിലേക്ക് കയറുമ്പോൾ രജിസ്റ്ററിലൊക്കെ എഴുതിയിട്ട് പോകണമെന്ന് അറിയാൻ പാടില്ല രജിസ്റ്ററിലൊക്കെ ഞങ്ങൾ എഴുതി ചേട്ടാ ആ 6 അല്ലേ ചേട്ടൻ എന്തേ 6 ആര് ആ മോനെ എന്താട്ടാ എന്തുപറ്റി നീ ഇത് കേട്ടോ ഇവിടുത്തെ ഏതോ തെണ്ടിയുടെ ഫ്ലാറ്റിലേക്ക് വലിഞ്ഞേറി വന്നേക്കണാണ് 2 കൂടി അത് പിന്നെ ഇത് എന്റെ ഫ്ലാറ്റിൽ വന്ന ഗസ്റ്റാണ് ഇന്നലെ വന്നപ്പോ കുറച്ച് നൈറ്റ് ആയി പോയി അതാ പറ്റി അത് കൊള്ളാം ഇവിടെ ഗസ്റ്റ് ഒന്നും വരൂല ഒച്ചപ്പാടും ബേളൊന്നും ഉണ്ടാക്കൂല എന്ന് പറഞ്ഞ് ഫ്ലാറ്റ് എടുത്തിട്ട് ഇപ്പൊ 2 വലിച്ചേറ്റിക്കൊണ്ട് വന്നേക്കണാ അല്ല ഏട്ടാ എന്നാലും ഈ 6 പുള്ളി അവിടെ പോയി 6 ആരും ഇല്ലല്ല ചേട്ടാ 6 ഒരു ചേട്ടൻ ഒരു ചേച്ചി ഒരു മോനും ഉണ്ട് ഇന്നലെ ഞങ്ങൾ അകത്ത് കയറ്റി വെള്ളം വെക്കത്താൻ സാൽക്കരിച്ചേ ആ അങ്ങനെ കേറിയപ്പോ എന്റെ ബാഗ് അവിടെ വെച്ച് മറന്നുപോയി അത് എടുക്കാൻ വേണ്ടിട്ടാ 6 ചേട്ടനും ചേച്ചിയൊക്കെ കാനഡയ്ക്ക് പോയല്ല കാനഡയ്ക്ക് പോയാ ഇത്ര പെട്ടെന്നാ വെറുതെ അല്ല നമ്മള് വെല്ലടിച്ചിട്ട് ആരും ഇറങ്ങി വരാഞ്ഞേ ഇവിടെ മുട്ടൻ ചെറുക്ക അവരൊക്കെ കാനഡയ്ക്ക് പോയിട്ട് 3-4 മാസമായി 3-4 മാസം ആ കള്ളം പറയരുത് കള്ളോ ഇനിയിപ്പോ വല്ല കള്ളന്മാരും കയറിയായിരിക്കും കള്ളന്മാരാ താക്കോലും ഡീലാണ് ഞാൻ നോക്കട്ടെ മറിയ Okay. Yo. മൊത്തം പൊടി പിടിച്ച് നാശമായി കിടക്കുന്നു കരണ്ട് പോലും ഇല്ല ഇവിടെ വെറുതെ മനുഷ്യനെ രാവിലെ മെനക്കെടുത്താനായിട്ട് ചേട്ടാ ഇന്നലെ നൈറ്റ് അല്ലേ വന്ന് ഫ്ലാറ്റ് മാറിപ്പോയതായിരിക്കും എൻ്റെ പൊന്നുമോനെ ഞാൻ ചത്തൊന്നും കിടക്കില്ലായിരുന്നു ഒന്ന് ഉറങ്ങിപ്പോയി ഇവന്മാരൊന്ന് വിളിച്ചെണീപ്പിച്ചിട്ട് മേളിലേക്ക് വന്നിരുന്നെങ്കിൽ വല്ല പ്രശ്നം ഉണ്ടായിരുന്നോ
ഇവിടെ അതാണ് ഈ ബാച്ചിലേഴ്സിന് കൊടുക്കാത്തത്. ശല്യമാണ് ഇവന്മാരെ കൊണ്ട്. അല്ല ചേട്ടാ ഇന്നലെ ഞങ്ങൾ ഇവിടെ തന്നെ ഏട്ടാ വന്നത്. എന്റെ പൊട്ടൻ ചെറുക്ക, ഇവിടുത്തെ ഫ്ലാറ്റിന്റെ എല്ലാത്തിന്റെ ഉൾവശം ഒരുപോലെ ഇരിക്കണത് എന്ന് പറഞ്ഞ് ഈ കള്ളു കുടിച്ച് കണ്ട ഫ്ലാറ്റിൽ പോയി കയറിയിട്ട് ഇവിടെ ഇറങ്ങി Imagine happening this to you. Like, oh my god, soul would leave my body. Soul would just leave my body, guys. Huh? രാവിലെ എടാ നിന്നോടൊക്കെ ഞാൻ പറഞ്ഞല്ലേ ഈ കോംപ്ലക്സ് കയറി പിടിച്ചു തരാണെങ്കിൽ. എടാ 10-30 വയസ്സായില്ലേ, നിനക്കൊക്കെ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ ജീവിതത്തിൽ? ഇങ്ങനെ നടന്നാ മതിയാ? വെളിവില്ലെങ്കിലും ദുബായി പോയി പിന്നെ ഏതെങ്കിലും ഒരു വഴിക്കായി. അതേപോലെയാണോ നിന്റെ കാര്യം? അങ്ങാത്തൊലി താൻ എന്റെ അപ്പനെ വിളിക്കണ? അതെ, ഞാനിപ്പോ വെറുതെ നടക്കുമൊന്നുമല്ല. എൻട്രിയുടെ ACCയുടെ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുക ഞാൻ. എടാ എൻട്രിക്കീസ് ആപ്പിന്റെ അക്കൗണ്ട്സിന്റെ കോഴ്സല്ലേ ഉള്ളത്? ACC അവരുടെ പുതിയ കോഴ്സാടോ. ഇത് പഠിച്ചു കഴിഞ്ഞാലേ ലോകം മൊത്തം നല്ല ജോലി സാധ്യത ഉണ്ട്. ഇതിന്റെ അടുത്ത് ഞങ്ങളെ പഠിപ്പിക്കണ്ടേ ACCയിലെ നല്ല റിസൾട്ടുള്ള ടീച്ചർമാരാ. താൻ ഈ PWC കേട്ടണ്ട? അതിന്റെ കേസ് സ്റ്റഡീസ് ഞങ്ങൾക്ക് പഠിക്കാനുള്ളതൊക്കെ. ഇതൊക്കെയാണെങ്കിൽ അത് നന്നായി കണ്ടാ മതി. ഓ എടോ, 2 മാസം മുമ്പ് നീ എന്റെ കൂടെ പാടത്ത് മീൻ പിടിച്ച് നടന്നിരുന്നതല്ലേ? എങ്ങനെയോ കാല് തെറ്റി IT കമ്പനിയിൽ വീണ്. അതിന്റെ അഹങ്കാരല്ലേ നീ കാണിക്കണത്? നീയേ ആദ്യം ആ കോഴ്സ് ഒന്ന് തീർക്ക്, എന്നിട്ട് സംസാരിച്ചാൽ മതി കേട്ടോ. തീർക്കൂട്ടാ ഞാൻ. ഒന്നില്ലെങ്കിൽ ഇന്നലെ അവിടെ കണ്ടത് ഒരു കള്ളൻ ഫാമിലി. പക്ഷെ ലോജിക്കലി നോക്കുവാണെങ്കിൽ അത് പ്രേതമാകാനാ സാധ്യത. ബെസ്റ്റ്. അതിന്റെയും കൂടി ഒരു കുറവ് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഏത് കള്ളന്മാരാണ് ഈ പന്ന ഫ്ലാറ്റ് അടിച്ചു വൃത്തിയാക്കി സെറ്റപ്പ് ആക്കിയിട്ടിട്ട് തിരിച്ച് പോകാൻ നേരത്തെ അതേ പൊടിയും മാറയിലും വാരിയിട്ടിട്ട് പോകുന്നത്? ഇത്ര പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉള്ള കള്ളന്മാരാ. നിന്നെ കൊണ്ട് പറ്റുമോ? അപ്പൊ പ്രേതം തന്നെ. സത്യം പറടാ, രാത്രി നീയൊക്കെ കുടിച്ച് വെളിവിലാണ്ട് വേറെ അതോ വീട്ടിൽ കയറിയതല്ലേ? ഞാൻ കൊണ്ടുവന്ന കുപ്പി സീല് പൊട്ടിക്കാൻ എന്റെ ബാഗിൽ തന്നെ ഇരിപ്പുണ്ട്. അത് നമുക്ക് പിന്നെ ഉണങ്ങാം. പക്ഷെ ഇന്ന് രാവിലെ ഇവന്റെ വേഷം കിട്ടി എന്റെ അടുത്ത് വന്ന ആള് കിടന്ന്. ഞാൻ പറഞ്ഞില്ലേ രാവിലെ നിന്റെ മോന്തയിൽ അയാളുടെ മൂഞ്ചി കണ്ട് ഞാൻ പേടിച്ചെന്ന്. നീ എന്തൊക്കെയാണ് ഈ പറയണത്? ഫുഡ് വന്ന് മേടിച്ചിട്ട് വരാം. ഇതെന്തോടെ ഞാൻ മാത്രം പിച്ചും പെയ്യും പറയുന്ന പ്രാന്തര? എനിക്ക് തോന്നണേ നമ്മൾ ഇന്നലെ പോയി വെള്ളം കുടിച്ച് നമ്മുടെ തോന്നലാന്ന്. മിക്കവാറും ആ കാറിൽ തന്നെ എന്റെ പാസ്പോർട്ട് ഉണ്ടാവൂടാ. അതെ, ഇവിടെ ഉണ്ടായിരുന്ന ആളെവിടെ? ആരാ? പാപ്പച്ചീസ് കിച്ചണിന്ന് ബിരിയാണി കൊണ്ടുവന്ന് 5 സ്റ്റാർ റേറ്റിംഗ് തന്നെ. താങ്ക്സ്. ഈ ഓഫീസ് ഫോണൊക്കെ ഓഫ് ആക്കി വെക്കണം. അതെ, അവൻ പറഞ്ഞ നേരാണ്ടാ. പുള്ളിപ്പോ വന്നായിരുന്നു. ആര്? പ്രേതം. പുള്ളി ഫുഡ് ഡെലിവറി ചെയ്തിട്ടിപ്പോ അങ്ങോട്ട് പോയി. നമുക്കൊരു കണിയാനെ പോയി കണ്ടാലോ? കണ്ട എന്തൊക്കെയാണ് ഈ പറയണത്? കഴിഞ്ഞ 1.5 മാസം ഞാനിവിടെ താമസിക്കുന്നത്. ഇന്നേ വരെ എനിക്കൊരു പ്രേതം കൊണ്ടുവന്ന ചോറ് തന്നിട്ടില്ല, കൂടെ കിടത്തി ഉറക്കിയിട്ടില്ല. നിനക്കൊക്കെ കഞ്ഞിയും മരുന്ന് കിടത്തി ഉറക്കുന്നത് അങ്കനവാടിയെ. ഇതിന് മുന്നേ ഇവിടെ താമസിച്ചവർക്ക് പാപ്പ കൊടുത്തിട്ടുണ്ടെങ്കിലോ? അല്ലാണ്ടാരാണ് ഈ മെട്രോന്റെ ചോട്ടിൽ ഇവനെ പോലത്തെ ഒരു കോന്തം ബാച്ചിൽ നിന്ന് റൂം കൊടുക്കണത്? നീ ഒരു മണ്ടനായർ നിന്നെ തലയെ കെട്ടി വെച്ചതാടാ. നീ മുന്നേ താമസിച്ചൊന്ന് വിളിച്ചു ചോദിച്ചേ. എന്റെ നമ്പർ ഒന്നുമില്ല. എന്നാ അപ്പൊ എന്റെ ഓണറിനെ വിളിച്ചു ചോദിച്ചൂടെ? ഇത് എന്തൊരു കഷ്ടമാണ്. വിനീതേട്ടാ, ഞാൻ അങ്ങോട്ട് വിളിച്ചോടാന്നല്ലോ പറഞ്ഞിരിക്കണം. അല്ലേട്ടാ അവരെ സംശയം ചോദിക്കാനായിരുന്നേ. സംശയം തീർക്കാൻ ഞാൻ എന്താ ചാറ്റിക്കോ? പറ. അല്ലേട്ടാ, നമ്മുടെ ഈ അപ്പാർട്ട്മെന്റിലെ പ്രേത ശല്യം എന്നാ വല്ലതും ചേട്ടൻ കേട്ടിട്ടുണ്ടായിരുന്ന? പ്രേതമാ? അതൊക്കെ ഈ നാട്ടുകാർ തല്ലികൾ ഓരോന്നും പറഞ്ഞിട്ടുണ്ടാക്കണല്ലേ. താനൊരു എക്സിസ്റ്റ് ആയതുകൊണ്ടാണ് എന്റെ ഫ്ലാറ്റ് എനിക്ക് തന്നത്. പിന്നെ ഈ പുറത്തെന്ന് പറഞ്ഞ ചില അലവരാതികളൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കിയ കേട്ടോ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഈ നാട്ടുകാർ തല്ലികൾ. ചേട്ടാ, ഈ നാട്ടുകാര് എന്ത് പറഞ്ഞെന്നാണ് പറയണത്? ഇത്രയും നാൾ അവിടെ താമസിച്ചിട്ട് എനിക്കോ അവിടെയുള്ള റെസിഡൻസിനോ ഒരു ശല്യം ഉണ്ടായിട്ടില്ല. ഓപ്പോസിറ്റ് വീട്ടിലെ പാർട്ടിയുടെ പിള്ളേര് നാട്ടിൽ നിന്ന് വന്നപ്പോ പ്രേതമെന്നോ പിശാചെന്നൊക്കെ ചുമ്മാ കഥയിറക്കി. അല്ലാണ്ട് അവിടെ ഒന്നുമില്ല. ഹലോ ചേട്ടാ, എന്റെ പേര് ഫഹദ്. വരുണ്ട വീട്ടിൽ ഗസ്റ്റ് ആയിട്ട് വന്നേ കേട്ടോ. ഗോസ്റ്റാ? എടാ ചുമ്മാതല്ലടാ നാട്ടുകാരോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേട്ടാ, ഞാൻ വരുണ്ട കൂട്ടുകാരനാ. അല്ല, ഈ നാട്ടുകാരെന്തൊക്കെയാ പറയുന്നത്? എന്റെ പൊന്നു ഗോസ്റ്റ് മോനെ, ഇങ്ങനെയുള്ള പാട്ട കഥയൊന്നും ഞാൻ ഓർത്തിരിക്കാറില്ല. ബിക്കോസ് ഐ ആം ആൻ ഏത്തിസ്റ്റ്. നിങ്ങൾക്ക് ഫാന്റസി കഥ കേട്ടേ ഉറങ്ങാൻ പറ്റുമെങ്കിൽ അപ്പുറത്തുള്ള പാർട്ടിയോട് ചോദിക്കുക. അവരൊരു ചന്ദനത്തിനും കത്തിച്ച് അവിടെ ഇരിപ്പുണ്ടാവും. ചേട്ടൻ അറിയാവുന്ന കഥ എന്താ ഒന്ന് പറഞ്ഞേ. പിന്നെന്താ, ഓനെ അവരുടെ ബന്ധുക്കൾ എന്ന് പറഞ്ഞ കുറെ എണ്ണം ഇങ്ങോട്ട് കെട്ടിയെടുത്തിട്ട് ഇവിടെ കിടന്ന് കന്നന്തരവ് കാണിക്കാൻ നോക്കിയെന്ന്. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഒരുത്തനെയും ഞാൻ വെറുതെ വിട്ടിട്ടില്ല, എല്ലാത്തിനെയും ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. എന്താന്ന്? നിനക്കൊക്കെ കുറച്ച് സ്പെഷ്യലാ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, തരാം. ചേട്ടാ, മോനുള്ള പേനയും മുട്ടായും ഒക്കെ അങ്ങ് എത്തിച്ചേക്കാം കേട്ടോ ഞാൻ. ഓക്കെ, നമുക്ക് ആ പാർട്ടിയെ കാണാൻ പോയാലോ? പോ.
നിങ്ങളെന്താ കുറച്ച് തന്നെ ACC കുറിച്ചൊക്കെ പറഞ്ഞേ? നീ രക്ഷപ്പെടാൻ തീരുമാനിച്ച? അതാണ് ഇപ്പം അത്യാവശ്യം. ആദ്യം ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്. ഹായ് പാർട്ടി. പാട്ടി നിന്റെ ആര്? നിനക്ക് എന്നെ വേണോ? ഇത് സൊല്ലിയാകണോ? എവളെ ഇവിടെ നീ അങ്ങോട്ട് ചോദിക്കണേ. പാട്ടി ഞാനാ വരുൺ. ആ കണ്ണാ നീയാ ഉള്ളവാ? കണ്ണാ കാഫി എടുക്കട്ടുമാ? മധുരം കൂട്ടി ഒരു സ്ട്രോങ് കോഫി എടുത്തോ. ഒന്നും വേണ്ട പാട്ടി. ഞങ്ങളെ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നാ. ഇന്നലെ പോലെ ഇവരെന്തോ കണ്ട് പേടിക്കണ്. അതെന്താന്ന് അറിയാൻ വേണ്ടി. ഇവർ ഉങ്ങളുടെ ഗസ്റ്റാ? ആമാ. മാറണീങ്ക വാടാ, താത്ത മറുപടിയും കീഴെ പോച്ച് വന്ന് കേൾപ്പോടുങ്കോ. പാട്ടി. ഈ ACC +2 കഴിഞ്ഞവർക്കല്ലേ ചെയ്യുന്നത്? നമ്മൾ BCom കഴിഞ്ഞല്ലേ? ഡിഗ്രി കഴിഞ്ഞവർക്ക് ACC ചെയ്യാം. BCom കഴിഞ്ഞവർക്ക് ഒരു 4-5 പേപ്പർ പിന്നെ പഠിക്കാൻ വേണ്ട. ഈ പേടിച്ചിരിക്കുന്ന നേരത്തെ ഇതൊക്കെ ചോദിക്കാൻ കാണിക്കണം മനസ്സുണ്ടല്ലോ. നീ എന്തിനാടാ പേടിക്കുന്നത്? ദേവങ്ങളുടെ ലുലുമോളാ ഇരിക്കുന്നത്. ഇവിടെ പ്രയോജനമൊന്നും വിളിച്ചിട്ട്. സ്ട്രോങ് കോഫി കുറച്ച് കോൾഡ് കോഫി പോരുവാ. എന്തോ പാട്ടി? ഉങ്ങളെ ഫ്രണ്ട്സ് എല്ലാം റാക്കറ്റ് മാതിരി ഓടിപ്പോച്ച്. എന്നെ പൈത്യമാ? ഇതാണ് പാട്ടി ഞാൻ പറഞ്ഞത്. അമ്മരെന്തോ കണ്ട് പേടിക്കുന്നുണ്ട്. ഓ അപ്പടിയാ? അവർ இந்த செக்யூரிட்டி பே தான் பார்த்திருக்கும். സെക്യൂരിറ്റി പേ? 15 வருஷத்துக்கு முன்னாடி இப்படி ஒரு செக்யூரிட்டி இருந்தாரு. ഇപ്പോഴത്തെ പോലെ പുഴുങ്ങിയ സെക്യൂരിറ്റി ഒന്നും അല്ലേ, ജിലേബി പോലെ നല്ല ജിൽ ജിൽന്നിരിക്കും. அந்த செக்யூரிட்டி അറിയാതെ. That's why Krishna Chandran's character was asking, okay, where's the car parked and did you sign and all of that, huh? Is that so? ഈച്ചയും പൂച്ചയും പോലും ഇങ്ങാട് വരമാട്ടെ. പക്ഷെ ഒരു നാൾ ഒരു തേനീച്ച കയറി. ആ തേനീച്ച വെറുതെ വിടുമാന്താൾ വിടമാട്ടെ. ആ ഈച്ചയെ പിടിக்கிறதுக்கு വെറുത്തരമാ നടന്നേ. നടന്ന് നടന്ന് മാടി വരെ എത്തി. മാടിയാ? ആ ടെറസ്. ഈച്ച മാടിന്ന് ശീഘ്രം കുതിച്ചാച്ചു. இந்த ആള് പിന്നാടി കുതിച്ചാച്ചു. എന്നിട്ടെന്താ? ഈച്ച പറന്നു പോച്ചു. அந்த ആള് താഴെ വീണ് ഇറന്നു പോച്ചു. എന്താ സെക്യൂരിറ്റി പേ? ഈ അപ്പാർട്ട്മെന്റ് പൂരാ ജോഗിങ് பண்ணிட்டே இருக்கு. പുറത്തു നിങ്ക വന്ന് പ്രശ്നം പണ്ടുന്നവർക്ക് മാത്രം അങ്ങനെ പാക്ക முடியும். അല്ലാത്തവർക്കൊന്നും ഒരു കുഴപ്പമില്ല. പാട്ടിക്ക് തമിഴ് അത്ര വശമില്ലല്ലേ? കണ്ണാ, പുരുഷൻ വന്ന് കോയമ്പത്തൂരുകാരൻ. അതാ ഈ ലാക്കൽ മലയാളീസ് എല്ലാം എന്നെ പാട്ടി പാട്ടി എന്ന് കൂപ്പിടുന്നേ. ഞാൻ കൊല്ലത്തുള്ളതാ മോനെ. ഇതൊക്കെ ഉള്ളതാണോ പാട്ടി? മോനെ എന്നെ കാണാൻ എന്റെ ആങ്ങളെയും ഫാമിലിയും പിള്ളേരെല്ലാം കൂടെ 2 കൊല്ലത്തിന് മുമ്പ് ഇവിടെ വന്നായിരുന്നു കേട്ടോ. ഇവർ ഈ പിള്ളേരെല്ലാം കൂടെ ഡ്രിങ്ക്സ് കഴിക്കാനായിട്ട് ടെറസിൽ കയറി. അന്നേരം വേണ്ടടാ ഈ സെക്യൂരിറ്റിയുടെ പ്രേതം ആ പിള്ളേരെ അവിടെ എല്ലാം ഇട്ട് ഓടിച്ചെടുത്ത് ആടോട്ടി അടിക്കാൻ നോക്കി. എന്നിട്ടെന്താ നിങ്ങൾ ജീവനും കൊണ്ട് മാഞ്ഞ് നാട് വിട്ട്. പാട്ടിയുടെ കാപ്പി കുടിച്ച് ക്ഷീണം വെച്ച്. എനിക്ക് തോന്നുന്നു ആ സെക്യൂരിറ്റിക്ക് ഇഷ്ടപ്പെടാത്ത എന്തോ മോന്റെ കൂട്ടുകാർ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. They didn't write the correct name. Like Sabrish did not write the correct name. Oh, they are running a loop. അതെന്നല്ലേ ചെയ്തോണ്ടിരിക്കണേ? അങ്ങനാണെങ്കിൽ അവർക്ക് പിന്നാടി ആ സെക്യൂരിറ്റിയുടെ പ്രേതം ജോഗിങ് പണിയിട്ടേ. നമ്മൾ ഈ ഇറങ്ങിയ സ്റ്റെപ്പ് തന്നെ വീണ്ടും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്രേതത്തിന്റെ ലൂപ്പിലാണ്. So much fun. മാമാ മുട്ടായി. Oh, I love this one. Absolutely phenomenal. Excellent direction. Everything is great. Okay, let me stop this. No, because Krishna Chandran can definitely play a scary character. That smile is creepy AF. Oh my god. That's really, like, he's creeping me out. I'm not gonna lie. Oh man, this was fun. I love
I love how dynamic it is, and there is this looming threat, and I just loved how they were running circles. Oh, that was so cool. That was a great touch added there. Because I was also wondering, why are they like, they're just running? She's narrating the story and she's going on narrating. They are not getting down how many floors it is. From 7th floor, it doesn't take that much time when you're running like that. But I'm like, Arey, abhi tak they have not come down. And then I realized, what a great touch. Like, you can actually realize that when they're going down again and again. But that detail is added there, but you don't notice it until, Sabrish picks up that thing that fell, right? And then he realizes it, and then it clicked to me as well. That was such a good touch. Oh man, phenomenal. I'm really enjoying this. I'm really enjoying this. Loved the cinematography, the storytelling, the cliffhangers, all of it. This is so much fun. Just the narrative set. It's just that building, and you have spun a story around it, which is a horror comedy. Amazing. In fact, you know what I was thinking when she was describing the story? Like, obviously, he was a security guard, and then he was trying to catch a bee, and then he fell. But I'm just saying, there could be, or maybe there is in this world, there could be a story which is just set in that building, and you are not able to go out of the building premises. You're sort of stuck there because of the ghost, and then you're trying to find your way out. Like, you're trying to escape that. That would be such a great plot point for a proper horror film or a series. Anyway, that was amazing. I loved part 2, part 1 as well. If you have not checked out part 1, please do. I'm gonna sign off from this video now, and I will see you on part 3.